എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയൊരു വർഷം നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു മസാല റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ബ്രെഡ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. നല്ല സോഫ്റ്റായ ബ്രെഡാണിത്. ഏത് തരം ബ്രെഡും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയണമെന്നില്ല. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ മുഴുവൻ ബ്രെഡും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെറുതെ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ബട്ടർ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ബട്ടർ മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം മുരിയുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോയത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ബ്രെഡ് മസാല ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു 4 മണിക്കൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 ബാച്ചായിട്ടാണിത് ടോസ്റ്റ് ചെയ്തെടുത്തത്. അടുത്ത ബാച്ചും ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതേ പാൻ തന്നെ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ എഗ്ഗ് മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചിക്കി എടുക്കണം. ഒരു സെക്കൻഡ് നേരം ഇതുപോലെ അനക്കാതെ വെച്ചതിന് ശേഷം ഇതുപോലെ ചിക്കി എടുക്കുക. അങ്ങനെ ആ കോഴിമുട്ട ഞാൻ ഇതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. അത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇടുന്നത് സവാളയാണ്. ഒരു 2 ചെറിയ സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക.
പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഈ സമയം തക്കാളി ഇടുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് സോസാണ്, ടൊമാറ്റോ സോസ്. അത് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. കുറച്ച് വെള്ളം മതി. അതൊഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ മസാലകളെല്ലാം അതിൽ പിടിക്കുന്ന രൂപത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പൊട്ടിപ്പോയരുത്. ബ്രെഡ് പൊട്ടിപ്പോവാതെ നോക്കണം. ബട്ട് പൊട്ടില്ല, ടോസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ ചിക്കി വെച്ച കോഴിമുട്ടയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇനി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ 4 മണിക്ക് എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.